ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിത്യ പോയിരിക്കുന്നത് അവന്റെ അടുത്തേക്കാ. എന്നെ അവൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവളുടെ മുന്നിലിട്ട് അവന്റെ ജീവൻ എടുത്തിട്ടായിരിക്കും ഞാനതിന് പകരം ചോദിക്കുക. കേട്ടോ ജീവൻ? പാഠം നഷ്ടപ്പെട്ടപ്പോ ഞാനും നീയും കൈകോർത്ത് പിടിച്ചാ നിന്നത്. എല്ലാം നേരിടുമെന്നാ തീരുമാനിച്ചത്. പക്ഷേ നമ്മുടെ കൈകൾ പോലും അവൻ വേർപെടുത്തി. അടുത്ത് നിൽക്കാനുള്ള അവകാശം പോലും എടുത്തു കളഞ്ഞു. എന്താ തന്റെ തീരുമാനം? തോറ്റുകൊടുക്കാനാണോ? ഇല്ല ഹരി, എനിക്ക് ഹരിയെ പിരിഞ്ഞിരിക്കാനാവില്ല. അങ്ങനൊരു അവകാശം കിട്ടാൻ വേണ്ടി എത്ര പൊരുതാനും ഞാൻ തയ്യാറാ. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മുടെ ബന്ധത്തിന്റെ പേരിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നമ്മൾ അവനെ തോൽപ്പിച്ചേ പറ്റൂ. എന്റെ പേരിലൊരു പെണ്ണ് കേസ് അവന്റെ കയ്യിലുണ്ട്. അത് വെച്ചാ ഇപ്പൊ അവൻ വിലപേശുന്നത്. അതിന് കീഴടങ്ങി കൊടുക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഫൈറ്റ് ചെയ്യണോടോ? നീര് നമ്മുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ ജയിക്കണം. ഹരി, പേടിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്ത് ചെയ്യാനും കഴിയുന്ന ഒരാളുടെ മുന്നില് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. എന്തിനും ഞാൻ കൂടെയുണ്ട്. കുറച്ചുനാള് നമുക്ക് ചിലപ്പോ തമ്മി കാണാൻ ഇങ്ങനെയൊക്കെ പറ്റുള്ളായിരിക്കും. പക്ഷെ ഒരു ശ്വാസത്തിൽ പോലും എന്നെ വിട്ട് ഹരി അകന്ന് നിൽക്കില്ല. പൊരുതുന്നത് നിനക്ക് വേണ്ടിയായിരിക്കുമ്പോ എനിക്ക് ഊർജം കൂടുതലായിരിക്കും. ആനന്ദൻ കൂടി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ തെളിയിച്ചെടുക്കാൻ ജീവനും അങ്കിളും കുറെ ബുദ്ധിമുട്ടും. ഹരി, അമ്മയുടെ കാര്യമാണ് കഷ്ടം. സ്വന്തം ജീവിതം അമ്മയുടെ കയ്യിൽ നിന്ന് പോയി. അച്ഛന്റെ മാറ്റം അമ്മയെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. എന്നിട്ടും പാവം വീഴാതെ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് വേണ്ടിയാ. ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോഴും ആ ശബ്ദത്തിലെ സങ്കടം എനിക്ക് മനസ്സിലാവും. അമ്മ എന്ന വാക്കിന്റെ പൂർണ്ണമായ അർത്ഥമാണ് സുജാത ആന്റി. ആ സ്നേഹം അനുഭവിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാടോ. ശരവണനോട് ഞാൻ കുറച്ച് പച്ചമരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞാലും സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാലോ. മരുന്നരച്ച് ഞാൻ ശരവണന്റെ കയ്യിൽ കൊടുത്തുവിടാം. കൊണ്ടുവന്ന് തരാൻ എനിക്ക് പറ്റില്ലല്ലോ. വേണ്ടടോ. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കാണുമ്പോ സന്തോഷത്തോടെ മാത്രമേ സംസാരിക്കാവൂ. പിരിഞ്ഞു പോകുമ്പോ രണ്ടാൾക്കും ഓർക്കാൻ സന്തോഷം മാത്രമേ പാടുള്ളൂ. നമുക്ക് കുറച്ചു നേരം ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാലോ? വാ. നമ്മളെ വേർപിരിക്കാനൊന്നും അവൻ വളർന്നിട്ടില്ലടോ. വാ. നിത്യ എവിടെ? അമ്മയെ നിത്യ എവിടെയെന്നാ ചോദിച്ചേ. അമ്മ അറിയാതെ നിത്യ ഒരിടത്തേക്കും പോവില്ല. പറ, എങ്ങോട്ടാ അവളെ പറഞ്ഞയച്ചിരിക്കുന്നത്? ഒന്നും മര്യാദയ്ക്ക് പറയുന്നുണ്ടോ? ഏയ്, ഒച്ചയെടുത്ത് പേടിപ്പിക്കാൻ ഉദ്ദേശമെങ്കില് ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. അവൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോവും. അത് ചോദിക്കാൻ നീ ആരാടാ? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞിരിക്കുന്ന ഭാര്യയാണെന്നുള്ള അവകാശം അത് നിയമത്തിന്റെ മുൻപിലായിക്കോ. എന്റെ മുൻപിൽ അതൊന്നും വേണ്ട. ഈ വീട്ടിൽ ആരും പുതിയ നിയമങ്ങളൊന്നും കൊണ്ടുവരണ്ട. എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത്.
നീ എവിടെയായിരുന്നു? കട വരെയും പോയി സാർ. നിത്യ എവിടെ പോയെന്ന് നിനക്കറിയോ? தெரியாது സാർ. എന്തു വാങ്ങാനാ നീ കടയിൽ പോയേ? അത് ഇവിടെ ആർക്കാടാ പച്ചമരുന്നിന്റെ ആവശ്യം? ഇത് നിന്നെ കൊണ്ട് ആരാ വാങ്ങിപ്പിച്ച? നിത്യാമ്മ ചൊല്ലിയച്ചു സാർ. ഹരിക്കുള്ളതായിരിക്കും അല്ലേ? എന്നിട്ട് നിത്യ എവിടെ പോയതാണെന്ന് നിനക്കറിയില്ല. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ. മോനെ ജീവ. അച്ഛാ, എന്നെ ധിക്കരിക്കാനാണ് ഇവിടെ ഉള്ളവരുടെ ഉദ്ദേശമെങ്കിൽ ജീവൻ ആരാണെന്ന് ഞാൻ സകലരെയും ബോധ്യപ്പെടുത്തും. നിത്യ പോയിരിക്കുന്നത് അവന്റെ അടുത്തേക്കാ. എന്നെ അവൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവളുടെ മുന്നിലിട്ട് അവന്റെ ജീവൻ എടുത്തിട്ടായിരിക്കും ഞാനതിന് പകരം ചോദിക്കുക. കേട്ടോ ജീവൻ. ഇട നിത്യ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് വരാം. നീ സമാധാനായിട്ടിരിക്കെ. അമ്മ, അമ്മ നിത്യാമ്മ അംഗീകരിക്ക. ചെന്ന് ചോദിക്കട്ടെ. മോന് വേണ്ടിയാവുമ്പോ എത്ര നാണം കെട്ട ജോലിയായാലും അച്ഛനത് ചെയ്യും. അതാണല്ലോ ഇപ്പൊ അച്ഛന്റെ അവസ്ഥ. രാമേഷേട്ടാ, രാമേഷേട്ടാ. എന്താ രഘു? നിത്യ ഇങ്ങോട്ട് വന്നോ? ഇല്ല. അല്ല, ഹരി എവിടെ? അവൻ പുറത്തോട്ടെവിടെ പോയിരിക്കുക. പുറത്തു പോകുമ്പോ അവന്റെ കൂടെ നിത്യ ഉണ്ടായിരുന്നു. ഞാനത് നോക്കിയില്ല. രാമേഷേട്ടാ, നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കരുത്. അവർ പരസ്പരം കാണാനോ സംസാരിക്കാനോ പാടില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ അത്? എനിക്കറിയില്ല. അല്ല രഘു, അതെ, അവര് തമ്മി പരസ്പരം കണ്ട് സംസാരിച്ചാലേ എന്തോ കുഴപ്പം. എന്റെ മോൻ ജീവൻ അത് ഇഷ്ടമല്ല. പിന്നെ നിയമം അത് അനുശാസിക്കുന്നുമില്ല. കുറച്ചു കാലം ഞാൻ കുറച്ചു കാലം ബഹുമാനത്തോടെ കണ്ടിട്ടുള്ളതുകൊണ്ട് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ട്. എന്നാലും രഘു, താൻ ഈ കുടുംബത്തിലോട്ട് കയറി വന്നിട്ട് ചോദിക്കാതിരിക്കുന്നതും ശരിയല്ല. മധുര നൊമ്പരക്കാറ്റ്